നൽകുകയാണ്. വെളിച്ചം കൈമാറപ്പെടുന്നത് ഒരു ചടങ്ങ് മാത്രമല്ല, അത് ഉത്തരവാദിത്വത്തിന്റെ കൈമാറ്റമാണ്. ആദ്യം നമ്മുടെ ഏറെ ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ നിലവിളക്ക് കൊളുത്തി ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ പഠനത്തിന്റെ വഴികാട്ടുകളും ഏറെ പ്രചോദനവുമായി നമുക്കൊപ്പമുള്ള നമ്മുടെ മുതിർന്ന പഠിതാക്കൾ നിലവിളക്കിൽ നിന്ന് നമ്മുടെ മെഴുകുതിരികളിലേക്ക് വെളിച്ചം ഏറ്റുവാങ്ങുന്നു. ഇനി അനുഭവത്തിന്റെ കൈകളിലൂടെ പഠനത്തിന്റെ പുതിയ തലമുറയിലേക്ക് കൈമാറപ്പെടുകയാണ്. ഇപ്പോൾ ഈ വെളിച്ചം ഓരോ പഠിതാവിലേക്കും കൈമാറപ്പെടുന്നു. ഓരോ കത്തുന്ന മെഴുകുതിരിയും ഒരു പുതിയ തുടക്കമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന സഹപാഠി ശ്രീധരേട്ടൻ പ്രതിജ്ഞാവാചകം ചൊല്ലി നൽകുന്നതാണ്. നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രതിജ്ഞ. അറിവിന്റെയും അതിജീവനത്തിന്റെയും ഈ ദീപസാക്ഷിയായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വിദ്യ നേടുന്നതിന് പ്രായമോ സാഹചര്യങ്ങളോ ഒരു തടസ്സമല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പാതി വഴിയിൽ നിലച്ചുപോയ എന്റെ പഠനം പുനരാരംഭിക്കാനുള്ള ഈ സുവർണാവസരം പൂർണ്ണമായ അർപ്പണബോധത്തോടെ ഞാൻ വിനിയോഗിക്കും. ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി ബിരുദ പഠനം വിജയകരമായി പൂർത്തിയാക്കുമെന്നും വിജ്ഞാന സമ്പാദനത്തിലൂടെ എന്റെ വ്യക്തിത്വവും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നിലെ ഈ വെളിച്ചം എന്റെ കുടുംബത്തിനും സമൂഹത്തിനും വഴികാട്ടിയാക്കി മാറ്റുമെന്നും പഠനത്തിലൂടെ ലഭിക്കുന്ന വിവേകം നമ്മുടെ പാതയിൽ മാത്രം ഉപയോഗിക്കുമെന്നും ഞാൻ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയോടെ ഈ വെളിച്ചത്തോടൊപ്പം ഹോപ്പിന്റെ ഇൻഡക്ഷൻ സെറമണി ഔപചാരികമായി സമാപിക്കുന്നു. Together we rise, together we light hope. എനിക്ക് കത്തിപ്പിടിയില്ല. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. ഇപ്പൊ
മഹത്തായി ചടങ്ങിന്റെ ഏറെ ബഹുമാനിയായ അധ്യക്ഷ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീമ വള്ളിൽ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ടി പ്രദീപ് കുമാർ, ടി എസ് പ്രീത, ശ്രീലത പി, ടി വി ഗോപാലൻ മാസ്റ്റർ, സഫീറ മൂന്നാംകുലി തുടങ്ങിയിട്ടുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട പഠിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും മഹത്തായ ഒരു ചടങ്ങിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് തുല്യതാ പഠന കേന്ദ്രത്തിന്റെയും അതുപോലെ തന്നെ റൈസിന്റെയും നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ പ്രതിജ്ഞയിലുമെല്ലാം സൂചിപ്പിച്ചതുപോലെ വിവിധ കാരണങ്ങളാൽ ജീവിത സാഹചര്യങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് തുടർ പഠനം പാടിവതിക്ക് വെച്ച് നിന്നുപോയിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ലക്ഷക്കണക്കായിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം കൊടുക്കാൻ വേണ്ടി സാക്ഷരതാ പ്രസ്ഥാനം അന്ന് ഗവൺമെന്റ് ആരംഭിച്ച ഘട്ടത്തിൽ വലിയ പരിഹാസമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അതിനെതിരായി ഉയർന്നുള്ളത്. ഇതെങ്ങനെ നടത്താൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നെല്ലാമുള്ള വലിയ ആശങ്കകളും അതുപോലെ തന്നെ ചർച്ചകളുമെല്ലാം അന്ന് ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്നു. പക്ഷെ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും അന്നത്തെ ഗവൺമെന്റിന്റെ തീരുമാനം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സാക്ഷരതാ പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാം നടത്തിയിട്ടുള്ള മഹത്തായ ഇടപെടലിന്റെ ഭാഗമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. 1990 ആരംഭിച്ച സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസം വരെ നേടിക്കൊടുക്കാൻ സാധാരണ ജനവിഭാഗം ഞാൻ പറഞ്ഞതുപോലെ ആദ്യ വഴിക്ക് വെച്ച് വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതിന് ഒത്തിവെക്കേണ്ടി വന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള 10,000-കണക്കിന് മനുഷ്യർക്ക് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ തൂണേരി ബ്ലോക്കിനകത്ത് തുല്യതാ പഠനത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡിഗ്രി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇതിന്റെ ഭാഗമായി സാധിച്ചു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി നടന്നുകൊണ്ടിരിക്കുന്നു. SSLC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള പഠിതാക്കൾ ഇതിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെല്ലാം മഹത്തായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നു. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ മുഖ്യാതിഥി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി ഗവാസ് കൂടി സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ തുല്യതാ പഠന കേന്ദ്രത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഏറ്റവും വിപുലമായ രീതിയിൽ, ഏറ്റവും മാതൃകാപരമായ രീതിയിൽ, ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയും അതുപോലെ തന്നെ നമ്മുടെ ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം ചുരുക്കി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റിന് ഉപഹാരം കൈമാറുന്നത് നമ്മുടെ മുഖ്യ അതിഥി ശ്രീ ഗവാസ് സാറാണ്.
നമ്മുടെ ഡിഗ്രി ക്ലാസ് തുടങ്ങുന്നതിനും അതിനാവശ്യമായ ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു തരുന്നതിനും വേണ്ടി മുൻകൈയെടുക്കുകയും നമ്മുടെ എല്ലാ പഠന പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയ